ഇനി രാഷ്ട്രപതി ഭരണത്തിന്റെ ദിനങ്ങളാണോ? മുഖ്യമന്ത്രിക്കും ടീമിനും നെഞ്ചെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. ജയിലിൽ നിന്ന് ഭരണം നിയമ തടസ്സമില്ല, പക്ഷേ നടത്തിപ്പ് പ്രയാസകരം. രാഷ്ട്രപതി ഭരണം വരുമോ എന്നാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് ആശങ്ക. ഇതിനിടെ ആപ്പ് MLA-മാർ മറുകണ്ഠം ചാടുന്ന ലക്ഷണങ്ങളൊക്കെയുണ്ട്. BJP കളത്തിലിറങ്ങി. കേജ്രിവാളിന്റെ പ്രതിച്ഛായ തകർത്ത പ്രതികാരവുമായി BJP മുന്നോട്ടു പോകുമോ എന്നാണ് രാഷ്ട്രീയ എതിരാളികൾ ചോദിക്കുന്നത്. മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് ഭരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി നേതാക്കൾ ആവർത്തിക്കുന്നു. ഡൽഹിയിലെ ജലവിതരണ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം കെജ്രിവാൾ നൽകുകയും ചെയ്തു. ജയിലിൽ നിന്ന് ഭരിക്കുന്നതിന് ഭരണഘടനാപരമായി തടസ്സമില്ലെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. എന്നാൽ പ്രായോഗിക തലത്തിൽ പല തടസ്സങ്ങളും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന ഒരാൾക്ക് ആഴ്ചയിൽ 2 തവണയാണ് സന്ദർശകരെ കാണാൻ അനുമതി നൽകുക. ഈ കൂടിക്കാഴ്ചകൾ കൊണ്ട് മാത്രം മുഖ്യമന്ത്രി എന്ന നിലയിലെ ഉത്തരവാദിത്തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ്. അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ യോഗങ്ങൾ ചേരുകയും തീരുമാനമെടുക്കുകയും ചെയ്യേണ്ട സാഹചര്യമുണ്ടാകാം. മുഖ്യമന്ത്രിയുടെ അനുമതിക്ക് വേണ്ടി ഈ തീരുമാനങ്ങൾ വൈകിക്കുന്നത് ഭരണത്തെ ബാധിക്കാം. മന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചകൾ മാത്രമല്ല, ഫയൽ പരിശോധന, ഉദ്യോഗസ്ഥരുമായുള്ള കൂടിയാലോചന എന്നിവയെല്ലാം ബാധിക്കും. അരവിന്ദ് കെജ്രിവാളിന്റെ കീഴിൽ വകുപ്പുകളൊന്നും നിലവിലില്ലെങ്കിലും മുഖ്യമന്ത്രി എന്ന നിലയിൽ പല കാര്യങ്ങളിലും തീരുമാനം അദ്ദേഹത്തിൻ്റെത് തന്നെയാണ്. മുഖ്യമന്ത്രിയും ഡൽഹിയിൽ ലഫ്റ്റനന്റ് ഗവർണറും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട്. ഡൽഹിയിലെ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം, നിയമനം എന്നിവ തീരുമാനിക്കുന്ന 3-അംഗ സമിതിയിലെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. ഇക്കാര്യങ്ങളിലെല്ലാം എന്ത് പ്രതിവിധിയാണ് കാണുകയെന്ന ചോദ്യമുയരുന്നു. മുഖ്യമന്ത്രിയെ വീട്ടുതടങ്കലിലാക്കുക എന്നതാണ് ഈ പ്രതിസന്ധികൾക്കുള്ള ഒരു പോംവഴി. ഏത് കെട്ടിടവും ജയിലാക്കി മാറ്റാൻ ലഫ്റ്റനന്റ് ഗവർണർക്ക് അധികാരമുണ്ട്. തന്നെ വീട്ടുതടങ്കലിലാക്കാൻ ലഫ്റ്റനന്റ് ഗവർണറോട് കേജ്രിവാളിനെ അഭ്യർത്ഥിക്കാം. ഇത്തരമൊരു നീക്കം നടത്തി അനുമതി ലഭിച്ചാൽ സർക്കാരിന്റെ ദൈനംദിന കാര്യങ്ങൾ തടസ്സമില്ലാതെ നടക്കും. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ ഇത്തരമൊരു ആവശ്യത്തോട് അനുകൂലമായി പ്രതികരിക്കാനുള്ള സാധ്യത വിരളമാണ്. ഭരണ പ്രതിസന്ധി രൂപപ്പെട്ടാൽ രാഷ്ട്രപതി ഭരണത്തിനും അദ്ദേഹം ശുപാർശ ചെയ്തേക്കുമെന്ന ആശങ്കയും ആം ആദ്മി പാർട്ടിക്ക് മുന്നിലുണ്ട്. ഏതായാലും നേതാക്കൾ ജയിലിലായതോടെ ഡൽഹി, പഞ്ചാബ് സർക്കാരുകൾ അസ്ഥിരപ്പെടുമോ? MLA-മാർ BJP-യിലേക്ക് ചാടുമോ, മറുകണ്ഠം ചാടുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെയെങ്കിൽ ആം ആദ്മി പാർട്ടിയും തകർന്നടിഞ്ഞേക്കാം. അതല്ലെങ്കിൽ വിശ്വാസ്യതയുള്ള നേതൃത്വം വീണ്ടും ഉയർന്നു വരണം. ആം ആദ്മി പാർട്ടിയെ തകർത്താൽ അടുത്ത ഊഴം ആരായിരിക്കുമെന്നുള്ളതും എല്ലാവർക്കും അറിയാം. കോൺഗ്രസും ഞെട്ടലാണ്. ഏതായാലും കഴിഞ്ഞതെല്ലാം പറഞ്ഞ് കേജ്രിവാളിന് പിന്നിൽ അണിനിരക്കാൻ കോൺഗ്രസ് നിർബന്ധിതമായിരിക്കുന്നതും ഈ ഒരു ആശങ്ക കൊണ്ട് തന്നെയാണ്. കേജ്രിവാൾ ഒരു വ്യക്തിയല്ല, ആശയമാണെന്നൊക്കെയാണ് സഹപ്രവർത്തകയും മന്ത്രിയുമായ അതിഷി മാർലന പറഞ്ഞത്. പക്ഷേ ആ ആശയം കേജ്രിവാൾ ജയിലിലായതോടുകൂടി അവസാനിക്കുമോ, അതോ പുതിയൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്.